ഒരു ആരോഗ്യ പ്രവർത്തക മാത്രമല്ല പുനലൂർ വിളക്കുപട്ടം സ്വദേശിനിയായ രഹന കൃഷ്ണൻ. കവിതകൾ എഴുതുകയും ചൊല്ലുകയും ചെയ്യുന്ന ഒരു കവയത്രിയും കലാകാരിയും ആ ഹൃദയങ്ങളിലുണ്ട്. പുനലൂർ വിളക്കുപട്ടം ചരുവിള വീട്ടിൽ ഡെപ്യൂട്ടി തഹസീൽദാറായിരുന്ന സന്തോഷ് ജിനാഥിൻ്റെ ഭാര്യ രഹന കൃഷ്ണനാണ് മനോഹരമായി കവിതകൾ രചിക്കുകയും ആസ്വാദികരമായി അത് ആലപിക്കുകയും ചെയ്യുന്നത്. സ്കൂൾ കോളേജ് തലം മുതൽ ആരംഭിച്ച സാഹിത്യരചന ഇപ്പോഴും ജീവിതത്തോട് ചേർത്തു പിടിക്കുന്നുണ്ട് ഈ വീട്ടമ്മ. പലവട്ടം കാത്തു ഞാൻ നിന്നു, പറയുവാനാകാത്ത പ്രണയം പറഞ്ഞിടാൻ പലകുറി നിന്നെ തിരഞ്ഞു. പരിഭവം മായാത്ത മിഴികളിൽ നോവുമായി പലവട്ടം കാത്തു ഞാൻ നിന്നു. കുളിർ ചൂടി നിൽക്കുന്ന പുലരിതന്മാറിലും നിഴൽ മാഞ്ഞു പോയിടും സായന്തനത്തിലും നിരവധി കവിതകളും ദേവീസ്തുതികളും നിലവിൽ രചിച്ചിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്ത് നൃത്തം, പെയിന്റിംഗ്, കഥാപ്രസംഗം, രചനാ മത്സരങ്ങൾ എന്നിവയിൽ സജീവമായിരുന്നു. ബന്ധുവായ സുഭാഷ് പരപ്പിലിൻ്റെ പിന്തുണയോടെ രഹന കൃഷ്ണൻ താൻ എഴുതി ചിട്ടപ്പെടുത്തിയ കവിതകൾ ചൊല്ലുകയും മക്കളെ കൂടി ഉൾപ്പെടുത്തി അത് ദൃശ്യാവിഷ്കാരം നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ട്. വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിംഗ് ഓഫീസറാണ് രഹന കൃഷ്ണൻ. നിരവധി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണയോടെ 25ഓളം രചനകൾ ഉൾപ്പെടുത്തി കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കവയിത്രി. അമ്മ എഴുതിയ കവിതകൾക്ക് ദൃശ്യങ്ങളൊരുക്കിയപ്പോൾ മകൾ ബേബി ശങ്കരിയും അനിയൻ്റെ മകൻ അർജുനുമാണ് അഭിനേതാക്കളായത്. ജീവിതഗന്ധിയായ നിരവധി വരികളാണ് രഹന കൃഷ്ണൻ തൻ്റെ കവിതകളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.